നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. എല്ലാ ആൾക്കാരും പറയണ്ട തിരുമേനി തടസ്സങ്ങളാണ്, എന്ത് ചെയ്താലും വിഘ്നങ്ങളാണ്, ഒന്നും നടക്കണില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം നമ്മളൊക്കെ വഴിപാടുകൾ പറയും, ഭയങ്കര തടസ്സങ്ങളാണ്, കുറേ ദിവസം അടുപ്പിച്ച് അമ്പലത്തിൽ പോകാൻ പറയും. ഞാനൊക്കെ കൂടുതലും ക്ഷേത്ര ദർശനത്തിനാണ് പ്രാധാന്യം കൊടുക്കണേ. ക്ഷേത്രത്തിൽ പോകാനാണ് ഞാൻ പറയാറുള്ളൂ. കുറച്ച് കഷ്ടകാലമുള്ളവരെ കൂടുതൽ ദിവസം ഞാൻ അടുപ്പിച്ചൊക്കെ വിടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പതിവുകൾ. അപ്പോൾ ഈ തടസ്സങ്ങൾ വരുന്നവർക്ക് ഇതൊക്കെ ഞാനീ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ അത് പ്രായോഗികമാക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും എന്നെ കാണാൻ പറ്റില്ല. എല്ലാവർക്കും എപ്പോഴും ജ്യോതിഷന്മാരെ കാണുകയല്ലല്ലോ. നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികമായ അറിവുകൾ അവർ അറിയുകയും അത് പരമ്പരയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. കാരണം ഈ സനാതനമായ ധർമ്മം ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, വിഘ്നകാരകൻ എന്ന് പറഞ്ഞ ഒരേ ഒരു മൂർത്തിയുള്ളൂ, അത് ഗണപതി ഭഗവാനാണ്. വിഘ്നകാരകൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ചിന്തിച്ചാൽ, ആ നിമിഷം ചിന്തിച്ചാൽ നമ്മൾ ഗണേശനാണ് ചിന്തിക്കുന്നത്. ഈ ഗണപതി ഭഗവാനെ നമ്മൾ വിഘ്നകാരകനായിട്ട്, ബുദ്ധിയുടെ കാരകനായിട്ട്, സർവ്വ ദേവന്മാരുടെയും ആദ്യമായി പൂജ കഴിക്കുന്ന ഭഗവാനായിട്ടൊക്കെ ഗണപതിയെ നമ്മൾ കണക്കാക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോലും ഗണപതിയെ അവരുടെ ഈശ്വരന്മാരാണ്. ഈ നിലവിൽ ഇപ്പോൾ എനിക്കറിയാവുന്നത്, നമ്മുടെ കേരളത്തിലെ ഏകദേശം എല്ലാ സമുദായക്കാരും പോലെ തടസ്സങ്ങൾ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് അടുത്തുള്ള അമ്പലത്തിൽ ഗണപതി ഹോമം കഴിക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എല്ലാ സമുദായക്കാരും അങ്ങനെ തന്നെ പറയാം. കാരണം അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. എല്ലാ ലോകത്തുള്ള സകല വിശ്വാസികളും, കേരളത്തിലെ മിക്കവാറും എല്ലാ വിശ്വാസികളും മാസത്തിലൊന്നൊക്കെ അടുത്തുള്ള അമ്പലത്തിൽ ഗണപതി ഹോമം കഴിക്കുന്ന സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം അവർക്ക് ഗണപതിയുടെ പ്രാധാന്യം ബോധ്യമായി കഴിഞ്ഞു. കാരണം അത്രയും ബുദ്ധിരാക്ഷസനാണ് ഭഗവാൻ. ബുദ്ധിരാക്ഷസൻ എന്ന് പറയുമ്പോൾ രാക്ഷസൻ എന്നല്ല ഉദ്ദേശം, ബുദ്ധിയുടെ കേന്ദ്രം. അത്രയ്ക്ക് ബുദ്ധിയാണ് ഭഗവാനെ ഉപാസിച്ചാൽ. അതാണ് അതിന്റെ അർത്ഥം. കാരണം അതുപോലെ ശക്തമാണ് ഭഗവാനെ ഉപാസിക്കുന്നവരുടെ ബുദ്ധി. അതുപോലെ നമ്മൾ എന്ത് തിരിച്ചാലും ആ കാര്യത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു മൂർത്തിയാണ്. പ്രത്യക്ഷമാണ്, അപ്പം തന്നെ തരുവാണ്. കാരണം അതാണ് ഗണപതിയുടെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ഗണപതിയുടെ ഉപാസന കൊണ്ട് നമുക്ക് വിഘ്നങ്ങൾ അകലാം. എങ്ങനെയൊക്കെ അകലാം? നമ്മൾ ഗണപതിയുടെ നാമങ്ങൾ ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗണപതി കേത്തയിടാൻ നമ്മൾ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ കരിപ്രസാദം തൊട്ട് എല്ലാ ദിവസവും ഭഗവാന്റെ കരിപ്രസാദം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള വിഘ്നങ്ങൾ അകലാൻ പറ്റും. ഇനി കരിപ്രസാദം എങ്ങനെയാണ്, അതിലേക്ക് ഞാൻ കടക്കാം. മാസത്തിൽ ഒന്ന് അവനവന്റെ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് കാരണം? നമുക്കിപ്പോൾ സൗഭാഗ്യം, അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത്, തൊഴിൽ മേഖലയാണ്, കടയാണ്, ബിസിനസ്സാണ്. അവിടെ നമുക്ക് സമ്പത്തും വേണം, ഐശ്വര്യവും വേണം, സാമ്പത്തികം വരാനുള്ള തടസ്സവും വരണം. നമ്മൾ ഗണപതി ഹോമം കഴിക്കണം. ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് ഹോമിക്കാൻ തിരുമേനോട് പറയണം, എനിക്ക് ഇന്ന മന്ത്രം ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് ഹോമിച്ചു തരണം. എനിക്ക് വിവാഹ തടസ്സമാണ്, നാര് കളഞ്ഞ ചെത്തിപ്പൂ കൊണ്ട് തിരുമേനി എനിക്ക് നാര് കളഞ്ഞ ചെത്തിപ്പൂ കൊണ്ട് സ്വയംവര മന്ത്രം ഹോമിക്കണം ഗണപതി ഹോമത്തിൽ. എനിക്ക് എതിർപ്പുകൾ കൂടുതലാണ്, ശത്രുബാധകൾ കൂടുതലാണ്. അപ്പൊ അതിന് മൃത്യുഞ്ജയം ഉപയോഗിക്കാം. മനസ്സിലാണ്? അശ്വാരൂഢം ഉപയോഗിക്കാം. മൃത്യുഞ്ജയം കറുക 3 കൂട്ടിക്കെട്ടിയ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് കറുക ഹോമിക്കാം. ഗണപതി ഹോമത്തിനകത്ത് കറുക ഹോമിക്കാം. ഇനി അല്ല, അശ്വാരൂഢം മുക്കൂറ്റി കൊണ്ട് അശ്വാരൂഢം ഹോമിക്കുക എനിക്ക് വേണ്ടി. എന്നിട്ട് ഈ ഹോമിച്ച പ്രസാദത്തിന്റെ കരിപ്രസാദം അമ്പലത്തിൽ നിന്ന് വരുന്നത്, ആ കരിപ്രസാദം നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട്, അപ്പം ഓരോ ദ്രവ്യങ്ങളും ഓരോന്ന് മാറാനാണ്. സർവൈശ്വര്യത്തിന്, വശീകരണത്തിന്, അട്രാക്ഷൻ തന്നെയാണ് വശീകരണം, നല്ല ബന്ധുമിത്രാദികൾ ഉണ്ടാവാൻ, കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടാൻ, വഴക്കുകൾ കുറയാൻ, ഇതിനൊക്കെ സ്വയംവര മന്ത്രം മതി. സ്വയംവര മന്ത്രം കൊണ്ട് ചെത്തിപ്പൂ ഹോമിച്ചാൽ മതി. അശ്വാരൂഢം കൊണ്ട് ഇപ്പൊ ഈ രാഷ്ട്രീയ നേതൃത്വമുള്ളവർ, അല്ലെങ്കിൽ സിനിമാ വ്യവസായത്തിലുള്ളവർ, അല്ലെങ്കിൽ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത്, ഇപ്പൊ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഉള്ളവർക്ക് അവിടെ ചെന്നാൽ, അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിൽ മാനേജർമാർക്ക് അവരിയ്ക്കുന്ന കസ്റ്റമേഴ്സ് ഇരിക്കാൻ ഒക്കെ ഒരു പ്രത്യേകതരം സ്നേഹം, സൗഹാർദ്ദ, ആത്മാർത്ഥയൊക്കെ ആയിട്ടൊരു വൈബ് ഫീൽ ചെയ്യണല്ലോ. അത് ഫീൽ ചെയ്യാൻ അശ്വാരൂഢം കൊണ്ട് മുക്കൂറ്റി ഹോമിക്കുക. ഗണപതി ഹോമത്തിൽ ഒരു 108 മുക്കൂറ്റിയെ കൊണ്ട് തിരുമേനി എനിക്കത് അശ്വാരൂഢം കൊണ്ട് ഹോമിച്ചു തന്നെ. അതിന് ദക്ഷിണ കൊടുത്ത് ആ കരിപ്രസാദം മേടിച്ച് എല്ലാ ദിവസവും തൊടുക. മനസ്സിലാവുണ്ട്? എവിടെ ചെന്നാലും ദുരിതങ്ങളാണ്, ഇറങ്ങുമ്പോൾ അസുഖങ്ങളാണ്, അല്ലെങ്കിൽ പോകുമ്പോൾ ഇതാണ് അപകടങ്ങളാണ്. അങ്ങനെയുള്ള സന്ധികളൊക്കെ വരുമ്പോൾ, കഷ്ടതകളുടെ സന്ധി വരുമ്പോൾ മൃത്യുഞ്ജയ ഹോമിക്കാം. എന്നിട്ട് ഈ മൃത്യുഞ്ജയ ഇപ്പോൾ ഒരു 3 വീതം കൂട്ടിക്കെട്ടിയ കറുകപ്പുല്ല് ഒരു 36, 44, 108 തിരുമേനി ഏൽപ്പിച്ചത് നാളെ ഇത് മൃത്യുഞ്ജയം കൊണ്ട് ഹോമിക്കണം തിരുമേനി ഗണപതി ഹോമത്തിന്. എൻ്റെ പക്കപ്പിറന്നാളാണ്, ഗണപതി ഹോമത്തിനും കൊടുക്കുക. അദ്ദേഹത്തിന്
യഥാവിധി ഉപഹാരം കൊടുത്ത് ആ കരിപ്രസാദം മേടിച്ച് എല്ലാ ദിവസവും തരുക. അപ്പോൾ ഏത് മന്ത്രങ്ങൾ കൊണ്ടും നമുക്ക് ഗണപതി ഹോമത്തിൽ ഉപാസിച്ച് ആ കരിപ്രസാദം എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഭഗവാനെ സ്മരിച്ച് രാവിലത്തെ ഈ നാമജപാദികളൊക്കെ കഴിഞ്ഞ് ഭഗവാനെ നോക്കി കിഴക്കോട്ട് ദർശനം നടത്തി കിഴക്കോട്ട് ഗണപതിയുടെ നാമമായ ഗം ഗണപതയെ നമ എന്നുള്ളത് 36, 44, 108 ജപിച്ച് ഗണപതിക്ക് ഒരു ഏത്തയൊക്കെ ഇട്ട് ആ ഗണപതിയുടെ കരിപ്രസാദം നമ്മൾ തൊട്ടിട്ട് നമ്മളൊന്ന് ഇറങ്ങി നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലാവുന്നു, യാതൊരു സംശയവും വേണ്ട. ആ ഗണപതി ഉപാസനയോടുകൂടി നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഗണപതിയുടെ അതാണ് കരിപ്രസാദം വിഘ്നങ്ങളെ അകറ്റും എന്ന് വൃത്തിയായിട്ട് പറയാം. കരിപ്രസാദം വിഘ്നങ്ങളെ അകറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ പ്രശ്നം ആ പ്രശ്നത്തിന്റെ മന്ത്രം കൂടെ ഹോമിച്ച് ഗണപതി ഹോമം കഴിപ്പിക്കുക. അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ മേൽശാന്തിമാരുമായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ അദ്ദേഹം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഏതാണ് ഉപയോഗിക്കേണ്ടെന്ന മന്ത്രം. ആ വസ്തു നിങ്ങൾ ചിലപ്പോൾ അമ്പലത്തിലില്ലെങ്കിൽ ഒന്ന് കൊണ്ടു കൊടുത്താൽ മതി, അത് വളരെ കേമായിട്ട് കിടക്കും. മാസത്തിലൊന്ന് ഗണപതി ഹോമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മാസത്തിലൊന്ന് ഗണപതി ഹോമം നിങ്ങളുടെ പേരിൽ ഏത് ദ്രവ്യ ഹോമിക്കണം നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. അതിനുശേഷം ആ കരിപ്രസാദം വാങ്ങിച്ചിട്ട്, അതായത് ഈ ചിരട്ടയും നാളികേരവും അവിലും മലരും ശർക്കരയും ഈ ഹോമിക്കുന്ന ദ്രവ്യം എല്ലാം കൂടെ കൂടിയ ആ ചാരത്തെയാണ് കരിപ്രസാദം. അതൊരു ശകലം തിരുമയോട് തരാൻ പറയുക. അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക. അത് രാവിലെ നിങ്ങളുടെ പ്രഭാതത്തിലുള്ള എല്ലാ നാമജപാദികളും നമസ്കാരങ്ങളും കുടുംബക്ഷേത്രത്തിലെ ഈശ്വരന്മാരെയും ധർമ്മദൈവത്തെ ക്ഷേത്രന്മാരെയും ദേശാധിപതിയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ നിന്ന് ഭഗവാനെ ധ്യാനിച്ച് ഒരു 108 തവണയോ ഒക്കെ ഗണപതിയെ നമാതി ചോദിച്ചാൽ 1 മിനിറ്റ് മതി 108 തവണ ജപിക്കാനായിട്ട്. വളരെ നിഷ്പ്രയാസം. അദ്ദേഹത്തിന് ഒരു 12 ഏത്തയൊക്കെ ഇട്ട് ആ കരിപ്രസാദം തൊട്ടിട്ട് എൻ്റെ ഇന്നത്തെ ദിവസം, എൻ്റെ ഇന്നത്തെ കാര്യങ്ങൾ അല്ലെ ഇന്ന പ്രശ്നങ്ങളിലെ തടസ്സങ്ങൾ മാറ്റണേ എൻ്റെ ഗണപതി ഭഗവാനെ എന്നും വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഗണപതിയുടെ ശ്ലോകമൊക്കെ ചൊല്ലി അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിച്ചോളൂ. യാതൊരു സംശയം വേണ്ട, കേമാവും, അതികേമാവും, അതിഗംഭീരവും. കാരണം ഭഗവാന്റെ കരിപ്രസാദം അതികേമാണേ. അഗ്നി ഭഗവാനും ഗണപതി ഭഗവാനും ഒക്കെ ഒത്തുചേരുന്നതാണ് ആ കരിപ്രസാദം. അതിഗംഭീര. അപ്പൊ അത് സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും ശ്രേഷ്ഠതയ്ക്കും എത്തിച്ചേരാനും ഗണപതി പ്രസാദം അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതിഗംഭീരാണ്. അപ്പൊ അതുകൊണ്ട് കരിപ്രസാദം നന്മയിലേക്കുള്ള ഒരു പ്രസാദം തന്നെയാണ്, വഴിയിലേക്കുള്ള പ്രസാദമാണ്. അപ്പൊ ഗണപതി അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വാഹനത്തിലൊക്കെ തൽപ്പം പ്രസാദം തൊടിയിപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊക്കെ വളരെ എന്തിനും പ്രാർത്ഥിക്കുന്നതാണല്ലോ ഗണപതി ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് കരിപ്രസാദം ജീവിതത്തിലെ ഒരു വഴികാട്ടി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അത് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കോളൂ, നിർബന്ധമായി ഉൾപ്പെടുത്തിക്കോളൂ. എല്ലാവർക്കും ചെയ്യുമെന്നാണ്. നമസ്കാരം, ഗോവിന്ദൻ.